അമൃതേശ്വരി നമഃ. ജഗദീശ്വരിയായ അമ്മയുടെ പാദപത്മങ്ങളിൽ അനന്തകോടി പ്രണാമം. മഹാത്മാക്കളുടെ സാന്നിധ്യം ഏതൊരു വ്യക്തിയും ഭോഗത്തിൽ നിന്ന് ത്യാഗത്തിലേക്ക് നയിക്കുന്നു. ത്യാഗത്തിൻ്റെ ആനന്ദം അനുഭവിച്ചറിഞ്ഞ കുറച്ച് പേർ ഇന്ന് നമുക്കൊപ്പം ചേരുന്നു. അവരുടെ ജീവിതത്തിൽ അമ്മ വരുത്തിയ പരിവർത്തനങ്ങളുമായി ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ബ്രഹ്മചാരി വേദ്യാമൃത ചൈതന്യജിയാണ്. ആദരണീയനായ വേദ്യാമൃത ചൈതന്യജിയെയും അമ്മയുടെ പൊന്നോമന മക്കളെയും സാദരം സ്വാഗതം ചെയ്യുന്നു. ഓം അമൃതേശ്വരി നമഃ. ജഗജ്ജനനിയും ജഗദീശ്വരിയും എൻ്റെ ഈശ്വരനും ഗുരുവും അമ്മയും എല്ലാമായ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ. എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വിനീതമായ നമസ്കാരം. മഞ്ചേരിയിലെ അമ്മയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ അമ്മ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും അമ്മയിൽ നിന്നുണ്ടായ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന ഈ വേദിയിൽ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ മഞ്ചേരിയിലെ അയുത് പ്രവർത്തകർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അമ്മയുടെ ത്യാഗനിർഭരമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, സ്വാർത്ഥതയറ്റ ചരാചര പ്രേമമാണ് മഹിതമായ തപസ് എന്ന് സ്വജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന അമ്മ. ലോകം മുഴുവൻ തൻ്റെ സ്നേഹമായ ആയുധം കൊണ്ട് കീഴടക്കിയ അമ്മ. സ്വന്തം സഹോദരങ്ങളെ പോലും വൃത്തികെട്ട കണ്ണുകൾ കൊണ്ട് കാണുന്ന ഇന്നത്തെ ലോകത്ത് അന്യരെ പോലും സ്വന്തം മക്കളായി കണ്ട് വസുദൈവ കുടുംബകം എന്ന മഹത് ദർശനത്തെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ. സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ മേധാവിത്വത്തിനു വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് സ്ത്രീയും പുരുഷനും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ തുല്യ പ്രാധാന്യമുള്ളവരാണ് എന്ന് ലോകത്തോട് ആഹ്വാനം ചെയ്ത അമ്മ. ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് ലോകത്തിന് മുഴുവൻ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അമ്മ. അമേരിക്ക പോലെയുള്ള വൻകിട രാഷ്ട്രങ്ങൾ പോലും ധാരാളം അവാർഡുകളും ഡോക്ടറേറ്റുമൊക്കെ നൽകി ആദരിക്കുന്ന അമ്മ. സാധുക്കളോടുള്ള കരുണയാണ് മക്കളെ ഈശ്വരനോടുള്ള കടമ എന്ന് പഠിപ്പിച്ചും ജീവിച്ചും കാണിച്ചു തരുന്ന അമ്മ. ശാസ്ത്രത്തിൻ്റെയും തപസ്സിൻ്റെയും ലോകത്തേക്ക് സാധകരെ കൈപിടിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ. ഇങ്ങനെ മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയെപ്പോലെ ഒരു മഹാഗുരുവിനെ കിട്ടിയ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം നമ്മുടെ അമ്മ സർവജ്ഞയാണ്, സർവശക്തയാണ്, സർവവ്യാപിയാണ്, സർവ അന്തര്യാമിയാണ്. അമ്മയുടെ ഈ ഗുണവിശേഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സാധാരണ ഓർമ്മ വരാറുള്ളത് അമ്പിളിയമ്മാവനെക്കുറിച്ചാണ്. അമ്പിളിയമ്മാവനെക്കുറിച്ച് അമ്മയോട് ഉപമിക്കാൻ എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഈ തെങ്ങിൻ്റെ ഓലകൾക്കിടയിൽ കൂടി അല്ലെങ്കിൽ മരത്തിൻ്റെ ഇലകൾക്കിടയിൽ കൂടി അമ്പിളിയമ്മാവനെ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ അമ്പിളിയമ്മാവനും മരത്തിൻ്റെ ചില്ലകളും ഇലയും ഇങ്ങനെ തൊട്ടുരുമി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ സത്യത്തിൽ ഈ ഇലയും അമ്പിളിയമ്മാവനും തമ്മിൽ കുറച്ചൊന്നുമല്ല ദൂര വ്യത്യാസമുള്ളത്. ഇതുപോലെയാണ് നമ്മളും അമ്മയും. വിശ്വമനസ്വിനിയായ അമ്മയും വിഷയമനസ്വികളായ നമ്മളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ, ആ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി അമ്മേ എന്നൊന്ന് വിളിക്കുമ്പോൾ അമ്മ നമ്മുടെ അടുത്ത് വരാറുണ്ട്, നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാറുണ്ട്.
ഇങ്ങനെയുള്ള അമ്മയുടെ മക്കളുടെ അനുഭവങ്ങളുടെ നേർസാക്ഷ്യമാണ് ഈ വേദിയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമുക്കുണ്ടായിട്ടുള്ള ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരിയെ നമഃ. ഓം അമൃതേശ്വരിയെ നമഃ. ഞാൻ നിഷ, അമൃത വിദ്യാലയം അധ്യാപികയാണ്. അമ്മയുടെ ജന്മദിനമായ ഇന്ന് അമ്മയെക്കുറിച്ച് പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അമ്മയ്ക്ക് പ്രണാമം, അതോടൊപ്പം തന്നെ ജന്മദിനാശംസകൾ. അമ്മ എൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഡെലിവറി ആയി കഴിഞ്ഞിരുന്ന സമയത്താണ് അമ്മയുടെ 50ാം പിറന്നാൾ കൊച്ചിയിൽ ആഘോഷിച്ചിരുന്നത്. അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലെനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു. അന്ന് രാത്രി ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ അമ്മ എൻ്റെ അരികിലെത്തിയിട്ട് എന്നെ തട്ടി വിളിച്ചു. പെട്ടെന്ന് ഞാൻ എണീറ്റ് നോക്കി. അപ്പോൾ അവിടെയൊക്കെ അമ്മേൻ്റെ ഒരു സുഗന്ധം, അമ്മേൻ്റെ ഒരു പ്രസൻസ് എനിക്ക് അവിടെ തോന്നി. അപ്പോൾ എനിക്ക് അമ്മേനെ കാണാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ അമ്മ എന്നെ കാണാൻ വന്നതാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. പിന്നെ ഞാനൊന്ന് ഇരുന്ന്, പിന്നെ അടുത്ത് ഞാൻ ശ്രദ്ധിക്കുക എൻ്റെ മോളെയാണ്. അടുത്ത് നമ്മൾ ചിന്തിക്കുക നമ്മളെ മോളെയാണ്. അപ്പം ഞാൻ എൻ്റെ മോളെ നോക്കിയപ്പോൾ ഞാൻ ആകെ പേടിച്ചു. കാരണം എന്താ വെച്ചാൽ കട്ടിലിൻ്റെ ഏറ്റവും എഡ്ജിലാണ് കുട്ടി കിടക്കുന്നത്. ആ സമയത്ത് അമ്മ എന്നെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലേ ആ 2 മാസം പ്രായമായ കുഞ്ഞ് താഴെ വീടിരുന്നു. കട്ടിലാണെങ്കിൽ നല്ല ഉയരമുള്ള കട്ടിലുമാണ്. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനാണ് ആ സമയത്ത് അമ്മ അവിടെ വന്നത് എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലെ നിരവധി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് ഞാൻ അമ്മയിലേക്ക് കൂടുതൽ അടുത്തത്. നമഃ ശിവായ. ഓം അമൃതേശ്വരി നമഃ. ഞങ്ങളതൊരു സാധാരണ കുടുംബമായിരുന്നു. 2 കുട്ടികളും അച്ഛനും അമ്മയും മാത്രമുള്ള സാധാരണ കുടുംബം. അവധി ദിവസങ്ങളിലൊക്കെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോവുക എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പതിവ്. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ മടങ്ങുമ്പോഴാണ് കടുത്ത അനുഭവം ഞങ്ങൾക്കുണ്ടായത്. അത് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുമ്പോൾ വലിയൊരു അപകടം വന്ന 1 മാസം കഴിഞ്ഞ് ബോധം വന്നപ്പോൾ എന്നോട് പറയാണ്, നമ്മളെ മോനും ചേച്ചീൻ്റെ മോനും അങ്ങനെ 2 പേരും പോയിട്ടോ എന്ന് പറയുന്നു. മദ്യപിച്ചു വാഹനം ഓടിക്കുക എന്നല്ലല്ലോ ചെയ്തത്. എന്നിട്ട് എന്തേ ഇങ്ങനെ വരാൻ, ദേവി എന്തേ രക്ഷിക്കാഞ്ഞത് എന്നുള്ള ചിന്തകൾ വന്ന് ഉറക്കം നഷ്ടപ്പെട്ടു, ഈശ്വരവിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങനെ ആകെ വീട്ടിലത്തെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു അനുഭവമായി. ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും പറഞ്ഞു, പിന്നെ കുട്ടിക്ക് അമ്മയെ കിട്ടില്ല, വേറെ അമ്മയെ കിട്ടില്ല, അപ്പോൾ ജീവിക്കന്നെ വേണമല്ലോ എന്നായപ്പോൾ ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചിന്ത തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ് ഒരു ദിവസം മാതാമൃതാനന്ദമയി ദേവിയുടെ ജീവചരിത്രം കിട്ടി. ഒരു അമ്മയുടെ കയ്യിൽ നിന്നും വായിക്കാനിടയായി വാങ്ങിയിട്ട്. അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ 1 പേജ് 2 പേജൊക്കെ വായിച്ച് നിർത്തുമ്പോൾ പിന്നെ വായിക്കാൻ തുടങ്ങിയ 10 പേജായാലും 15 പേജായാലും നിർത്താൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ ആ ബുക്ക് തീരാൻ പെട്ടെന്ന് തീർന്നു. ഒരു ഏറിയൊരു 3-4 ദിവസം കൊണ്ട് ജോലിന്റെ ഇടയിലാണെങ്കിലും അങ്ങനെ വായിച്ചു. ഉറക്കമൊന്നും ഇല്ലല്ലോ. പിന്നെ അമ്മയെ കാണണം എന്നുള്ളതായി. അങ്ങനെയാണ് മഞ്ചേരിയുള്ള ആശ്രമം എവിടെയാന്ന് അന്വേഷിച്ച് ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ച് അങ്ങനെ ഉള്ളംപാറ ആശ്രമത്തിലെത്തിയതാണ്. അപ്പോഴാണ് സ്വാമിനമ്മ വരദാമജിയെ കാണുന്നത്. കുറേ നേരം കാത്തിരുന്നിട്ടാണ് കണ്ടത്. ആ ഇരിക്കാനുള്ള സമയം എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് വീട്ടിൽ ജോലിയൊന്നും ചെയ്യാൻ വയ്യ, ജീവിക്കേ വേണ്ടെന്നാണല്ലോ ചിന്ത. ഒരു 2 മണിക്കൂർ നേരം എന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ്, സങ്കടങ്ങളല്ല അനുഭവങ്ങളും സങ്കടങ്ങളും ഒന്നും ഉണ്ടാതെ സ്വാമിയമ്മ അതെല്ലാം കേട്ടു. ഞാനങ്ങനെ പറയാണ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോ പുറത്തിങ്ങനെ 1-2 തലോടല് ചെയ്തതിന്റെ ശേഷം പറഞ്ഞു, ദൈവം തന്നത് ദൈവം തന്നെ തിരിച്ചെടുത്തു എന്ന് വിചാരിച്ചൂടെയും ചോദിച്ചു വരദാമജി. ആ ചോദ്യം എന്റെ ഉള്ളിലിട്ട് കൊണ്ടു.
അത് അപ്പൊ തൊട്ട് എൻ്റെ വർത്താനൊക്കെ നിന്നും കുറയാൻ തുടങ്ങി. പിന്നെ ഞാൻ ആലോചിക്കാൻ തുടങ്ങി, ദൈവം തന്നത് തിരിച്ചെടുക്കണമെങ്കിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നുള്ളതായി ചിന്ത. പിന്നെ സഹസ്രനാമം ചൊല്ലിക്കൂടെ എന്നും ചോദിച്ചു, സമയമ്മ ചോദിച്ചു. അപ്പൊ വിജയേട്ടന് പറഞ്ഞു സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടം പോലെ സമയമാണ്, ഒരു പണിയെടുക്കാൻ വയ്യ എന്നുള്ളതായിരുന്നു അന്നത്തെ അവസ്ഥ. ശരീരത്തിന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിന് തീരെ പറ്റില്ല എന്നുള്ളതായിരുന്നു. മനസ്സിന് അതൊന്നും ആവശ്യമില്ല, ഭൂമിയിലേ നിൽക്കണ്ട എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ചൊല്ലിക്കൊള്ളാന്ന്, എങ്ങനെങ്കിലും ജീവിച്ചേ തീരൂന്നായപ്പോ ഞാൻ ചൊല്ലിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തൊട്ട് ആശ്രമത്തിൽ എത്താന്നുള്ളതൊരു പതിവായി. കുട്ടീനെയും കൂട്ടി അങ്ങനെ ഞങ്ങൾ 3 പേരും ആശ്രമത്തിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ എത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വർഷങ്ങൾ 17 വർഷമായി ഏതായാലും. അങ്ങനെ ഇത്രയും കാലത്തെ ജീവിതം അമ്മയുടെ ഈ സഹസ്രനാമത്തിന്റെയും ഈ സത്സംഗങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും ഭജന എന്റെ മനസ്സിൽ നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആശ്രമത്തിൽ കേട്ടിട്ടുള്ള ഭജനകൾ ഇതൊക്കെ കൂടി ജീവിതം കുട്ടി വലുതായി വരുന്ന വരേക്ക് എത്തിക്കിട്ടിയത് അമ്മയുടെ ഒറ്റ സഹായം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നും ജീവിച്ചിരിപ്പില്ല. ഇന്ന് ആലോചിച്ചാൽ ഇന്നും പ്രശ്നങ്ങളുണ്ട് ജീവിതത്തില്. എന്നാലും വിജയേട്ടനുള്ള അസുഖമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എല്ലാം മുന്നോട്ട് പോവാൻ അമ്മ ഉണ്ടല്ലോ കൂടെ എന്നുള്ളതാണ് ഇപ്പോൾ. അത്രേ ഉള്ളൂ പറയാൻ. ഓം അമൃതേശ്വരി നമഃ. അമൃതേശ്വരി നമഃ. ജഗജ്ജനയും വിശ്വമാധവമായ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അമ്മയുടെ മക്കളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ അനുഭവങ്ങളാണ്. അതിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 2014 സംഭവം നടക്കുന്നത്. ഞാൻ എൻ്റെ ഒഫീഷ്യൽ ടൂറിന് ശേഷം കൊച്ചിൻ എയർപോർട്ടിലെത്തിയപ്പോൾ അവിടെ നിന്നും എൻ്റെ സഹപ്രവർത്തകൻ എന്നെ അടുത്ത ജംഗ്ഷൻ വരെ എത്തിക്കുകയുണ്ടായി. വാഹനം കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഒരു വണ്ടി വന്ന് നിർത്തുകയും ഞാൻ രാത്രി വളരെ 12 മണി ആയതുകൊണ്ട് ഞാൻ വണ്ടിയിൽ കയറുകയും ചെയ്തു. വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ ഡ്രൈവർ വണ്ടിയുടെ എല്ലാ ഡോറിലും അടയ്ക്കുകയും വളരെ ഉയർന്ന ശബ്ദത്തിൽ പാട്ട് വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം വണ്ടി പല വഴികളിലൂടെയും ഓടിക്കുകയും പെട്ടെന്ന് അമ്മയുടെ കൃപയാൽ യുവാവ് അവിടെ വരികയും വണ്ടിക്ക് കൈ കാണിക്കുകയും ചെയ്തു. ഞാൻ ഡ്രൈവറിനോട് വണ്ടി നിർത്തുവാൻ അപേക്ഷിച്ചു. വണ്ടി കയറിയ ഉടനെ തന്നെ ആ യുവാവിനോട് ഡ്രൈവർ മോശമായി പെരുമാറുകയും വണ്ടി നിർത്തുകയും ചെയ്തു. ആ യുവാവിനെ ഡ്രൈവർ വളരെ മർദ്ദിക്കുകയും ചെയ്തു. അതിനുശേഷം പെട്ടെന്ന് എനിക്ക് അത്ഭുതകരമായി ഒരു ഓട്ടോ കിട്ടുകയും ഞാൻ ഓട്ടോയിൽ വീട്ടിൽ എത്തിച്ചേരുകയും ചെയ്തു. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ഡ്രൈവർ ഒരു ഗുണ്ടാത്തലവനാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഉടനെ തന്നെ ഞാൻ അമ്മയെ കാണാൻ വള്ളിക്കാവിൽ എത്തിയപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, മോൻ വളരെയധികം കഷ്ടപ്പെട്ടു അല്ലേ എന്ന്. മോൻ ഭയപ്പെടേണ്ട, അമ്മ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ആ യുവാവിൻ്റെ രൂപത്തിൽ വന്ന് എന്നെ രക്ഷിച്ചത് അമ്മയായിരുന്നു. നമ്മളൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട, അമ്മ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓം അമൃതേശ്വരി നമഃ. ഓം അമൃതേശ്വരി നമഃ. ജഗദ്ഗുരുവും ലോകമാതാവുമായ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. അമ്മയുടെ എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. അമ്മയുടെ 67ാമത് തിരുനാളാഘോഷത്തോടനുബന്ധിച്ച് അമൃത യുവധർമ്മധാര മഞ്ചേരി മക്കൾ സംഘടിപ്പിക്കുന്ന ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഏകദേശം ഒരു 20 വർഷത്തിന് മുൻപ് അമ്മയിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു ഭാവദർശന ദിവസം അമ്മ കാളിക്ഷേത്രത്തിൽ ദർശനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഊഴവും കാത്ത് കാളിക്ഷേത്രത്തിലിരിക്കുന്നു. അവസാനം എൻ്റെ ഊഴം വന്നെത്തി. ഞാൻ അമ്മയുടെ അരികിലേക്കെത്തി. അമ്മ ഒരു നീല പട്ടുസാരിയും തലയിൽ കിരീടവും അണിഞ്ഞ് മക്കൾക്ക് ദർശനം നൽകിക്കൊണ്ടിരിക്കുന്നു. ദർശനത്തിനായി ഞാൻ അമ്മയുടെ അരികിലേക്കെത്തി. അമ്മ എന്നെ മാറോട് ചേർത്തു, ചെവിയിൽ മന്ത്രിച്ചു.
അമ്മയുടെ പൊന്നുകുട്ട. ആ കാലങ്ങളിൽ അമ്മയുടെ അടുത്ത് ദർശനത്തിന് പോകുമ്പോൾ ഞാൻ ചില വിഡ്ഢിച്ചോദ്യങ്ങൾ അമ്മയുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം അതുപോലെ അന്ന് ഒരു ചോദ്യം ചോദിച്ചു. അമ്മയ്ക്ക് സുഖമാണോ? അമ്മ എന്നെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. എന്നിട്ട് അമ്മ പറഞ്ഞു, മക്കളുടെ പ്രേമം കൊണ്ട് അമ്മയ്ക്ക് പരമാനന്ദമാണ്. ദർശനം കഴിഞ്ഞ് പ്രസാദവും വാങ്ങി ഞാൻ ആശ്രമത്തിന് അരികിലുള്ള പടവിലൂടെ പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങിയതിൽ എന്നിൽ എന്തോ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുടങ്ങി. ഉള്ളിൽ എന്തോ തിളച്ചു മറിയുന്ന പോലെ ഒരു തോന്നൽ. കൂടെ ഉണ്ടായിരുന്നവർ എന്നെ കടൽക്കരയിലേക്ക് കൊണ്ടുപോയി. അവിടെ പൂഴിമണ്ണിൽ കിടത്തി. ഞാൻ അവിടെ കിടന്നുരുളുകയായിരുന്നു. ക്രമേണ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ഉള്ളിൽ ഒരു അഗ്നിക്കടൽ ഇരമ്പി മറിയുന്നു. കൂടാതെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നു. മക്കളെ, ഇതാണ് അമ്മയുടെ പരമാനന്ദം. സമയം കുറച്ചധികം കടന്നുപോയി. ഞാൻ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. എനിക്കുണ്ടായ അനുഭവങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാവുന്ന ഒന്നല്ല എന്ന് എനിക്ക് മനസ്സിലായി. ലോകമെമ്പാടുമുള്ള അമ്മയുടെ മക്കളുടെ കർമ്മഭാരങ്ങൾ ഏറ്റെടുത്ത് ആർത്തിരമ്പുന്ന ഒരു അഗ്നിക്കടലാണ് അമ്മ എന്നെനിക്ക് മനസ്സിലായി. അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരമാനന്ദം ഒരു അംശം പോലും അനുഭവിക്കാത്ത എനിക്ക് അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് അത്ഭുതപ്പെട്ടു. പിൽക്കാലത്ത് പൂജനീയ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിയിൽ നിന്നും അമ്മ ദർശന സമയത്ത് മക്കളുടെ കർമ്മഫലങ്ങളും പാപഭാരങ്ങളുമാണ് ഏറ്റെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എൻ്റെ ഈ അനുഭവം പൂർണ്ണമായും വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനാകില്ലെങ്കിലും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അമ്മയുടെ അനുവാദത്തോടെ എൻ്റെ ഈ അനുഭവാമൃത വർഷം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വർഷത്തെ അമ്മയുടെ ജന്മദിനം ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾക്ക് ആഘോഷിക്കുവാൻ സാധിക്കില്ലെങ്കിലും നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ലോക നന്മയ്ക്കായി അമ്മയോട് പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ. ഓം അമൃതേശ്വരിയേ നമഃ. ജഗദ്ഗുരുവും ജഗജ്ജനനിയുമായ അമ്മയുടെ പാതാരവിന്ദത്തിൽ അനന്തകോടി നമസ്കാരം. പരമപൂജനീയയായ സ്വാമിനി അമ്മയുടെ പാദത്തിൽ നമിക്കുന്നു. അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടിയ അനുഭവം എന്നാൽ ജീവിക്കാൻ അമ്മ പഠിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് അനുഭവം. ആർക്കും ഉതകാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കണം എന്നുള്ളത് മാത്രം പഠിച്ചു വെച്ച നമ്മൾ ജീവിതം മറ്റുള്ളവർക്കും കൂടി ഉപകരിക്കുന്ന വിധത്തിൽ ജീവിക്കണം എന്ന് അമ്മ നമ്മളെ പഠിപ്പിച്ചു. അതിന് മാത്രമല്ല, അമ്മ നമ്മുടെ ജീവിതത്തെ ചിത്തശുദ്ധി വരുത്തി പരിപൂർണമായ ആ തലത്തിലേക്ക് ഉയർത്താനും കൂടി അമ്മ നമ്മളെ പ്രചോദിപ്പിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും നല്ല വാക്കുകൾ പറയാനും ലോകം മൊത്തം അമ്മ മാത്രമാണെന്നും ഒന്നും അന്യരല്ല എന്നുമാണ് അമ്മ നമ്മളെ ഓരോ നിമിഷവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിക്കാനുള്ള പ്രചോദനം തന്നെ അമ്മയാണ്. അമ്മയുടെ ജന്മദിനമാണ് മറ്റന്നാൾ. എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം അമൃതേശ്വരി. ഓം അമൃതേശ്വരി നമഃ. ജഗദ്ഗുരു ജഗജ്ജനനിയുമായ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ അനേക കോടി പ്രണാമം. അമ്മയുടെ അനുഗ്രഹം ഒന്നു മാത്രമാണ് എൻ്റെ ജീവിതത്തെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത്. 2 വർഷം മുമ്പ് വലതുകൈ വേദന കൂടി ചികിത്സയിലിരിക്കെ ഞാൻ അമ്മയുടെ ദർശനത്തിനെത്തുകയും അമ്മയുടെ അനുഗ്രഹം നേടുകയും പിന്നീട് ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്യുകയാണുണ്ടായത്. ഒരു ജോലിയും ചെയ്യാൻ വയ്യാതെ വീട്ടിൽ വിശ്രമാവസ്ഥയിലിരുന്ന ഞാൻ എഴുതിയ 4 വരി കുട്ടി കവിതകളാണ് പിന്നീട് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വരാൻ ഇടയായത്. അത് അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അലർജറ്റിക് ആസ്മയുള്ള ഞാൻ കടുത്ത വേനലും ചൂടും ഉള്ള സന്ദർഭങ്ങളിൽ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ
ലീവ് എടുക്കാനാവാതെ ജോലിയിൽ വലയുമ്പോൾ അമ്മയാണ് എൻ്റെ ഏക ആശ്രയം. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഞാൻ ജോലിയിൽ തുടർന്നു പോകുന്നു. എന്നെ അമ്മ എന്നും കാരുണ്യത്തോടെ നോക്കുന്നു എന്നുള്ളൊരു ആശ്വാസമാണ് എനിക്കുള്ളത്. അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവണേ എന്നൊരു പ്രാർത്ഥനയോടെ ഓം അമൃതേശ്വരി നമഃ.